പക്ഷേ എനിക്ക് തോന്നുന്നു ജോസ് ഞാൻ മൂന്നാം നാളാണോ എന്ന് സംശയമുണ്ട്. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാറുള്ളവരാണ്. ഏതെങ്കിലും ഒരു സംവിധായകനോ നിർമ്മാതാവോ ഒരു സീരിയലിൽ പ്രധാന വേഷം എഴുതി ചാനലിൽ കൊടുക്കുമ്പോൾ ചാനലിലിരിക്കുന്ന ഏമാമാർ പറയും അവൾ വേണ്ടാന്ന്. ചിലപ്പോൾ അവളെ വിളിച്ച തെറി ഞാൻ വേറൊരു പെൺകുട്ടിയാണ് വിളിച്ചിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അകത്ത് കിടന്നെ. അത്രയും പാവമാണ് അവൾ. ചെയ്തൊരു കന്നന്തൊരു ഒരു കുഴപ്പത്തിനാണ് ഞാൻ ചീത്ത പറഞ്ഞത്. മലയാളത്തിലെ എണ്ണം പറയാവുന്ന രണ്ട് വലിയ താരങ്ങളായി മാറിയപ്പം ഇവരൊരു ഞാനല്ലേ എന്നുള്ള ഒരു അഹങ്കാരമുള്ള സ്ത്രീയാണല്ലോ. പൊങ്ങച്ചമുള്ള, കള്ളം പറയുന്ന, വാ തുറന്ന കള്ളം പറയുന്ന ഒരു സ്ത്രീയാണ്. ഗൾഫിൽ ഇതിന് ഏജൻറ്റന്മാരുണ്ട്. അവർ മലയാളിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതാ മോഹൻലാലിൻ്റെ ഇന്ന പടത്തിലെ നായിക ഇത്ര രൂപ. ആ പെൺകുട്ടിക്ക് ഈ കൂടെ സഹകരിക്കുന്നവരിൽ ആരോടെങ്കിലും ഒരു താല്പര്യം തോന്നിയാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, ഇന്ന് ഒരു ദിവസം നമുക്ക് പങ്കിട്ടാലോ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റമുള്ള പെൺകുട്ടികൾ പോലും ഇപ്പോൾ മലയാള സിനിമയിലുണ്ട്. ഇപ്പം തന്നെ മല്ലിക ഇപ്പോൾ എന്നെ ഒരാവശ്യമില്ലാതെയാണ് പറഞ്ഞത്. എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും അറിയില്ല. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി, അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചലച്ചിത്ര സംവിധായകൻ ശാന്തിവിള ദിനേശാണ്. അദ്ദേഹത്തോട് അടുത്ത കാലത്തുണ്ടായ ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചേട്ടാ, ഈയിടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഇൻ്റർവ്യൂവിൽ മായ എന്ന് പറയുന്ന നടിയുമായുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായ നടിമാരെക്കുറിച്ച് പറയുന്ന തരത്തിൽ ജോസ് തോമസിൻ്റെ ഒരു മറു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഏത് വിഷയത്തിൽ? ഈ ജോസ് തോമസ് പറയുന്നത് അത് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഈ സിനിമാ രംഗത്ത് വരുന്ന നടിമാരെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം കുറച്ച് സ്റ്റേജ് ഷോകളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത്തരം സ്റ്റേജ് ഷോകൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെയാണ് ജോസ് തോമസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് പോകുന്ന സ്ത്രീകളെ കൂടി അപമാനിക്കുന്ന പരാമർശമാണെന്ന തരത്തിലാണ് ഏതാണ്ട് പറഞ്ഞു വെക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായം? അങ്ങനെ എന്തെങ്കിലും മര്യാദയ്ക്ക് പോകുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കാനൊരു ചിന്ത അങ്ങക്കുണ്ടോ? സത്യം പറഞ്ഞാൽ വാപ്പ ഉമ്മയെ തല്ലും, സത്യം പറഞ്ഞില്ലെങ്കിൽ വാപ്പ പട്ടിയിറച്ചി തിന്നും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ജോസിൻ്റെ അടുത്ത സുഹൃത്താണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ജോസ് ഞാൻ മൂന്നാം നാളാണോ എന്ന് സംശയമുണ്ട്. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങാറുള്ളവരാണ്. ഇപ്പോഴാണ് വീണ്ടും പാച്ചപ്പായത്. കാരണം എൻ്റെയും ജോസിൻ്റെയും പേരിൽ ഒരാളുണ്ടെന്നൊരു കേസ് കൊടുത്തൊരു പെണ്ണ്. അപ്പോൾ ജോസ് എന്നെ വിളിച്ച്, നമ്മൾ തുല്യ ദുഃഖിതരാണ്. ഞാൻ മോളെ പോലെ ബാലതാരമായിരുന്നപ്പോൾ കൊണ്ടുവന്നൊരു പെണ്ണ് ഒരു ചാനൽ ചർച്ചയിലെ വർത്തമാനം പറഞ്ഞ് എൻ്റെ പേര് കേസ് കൊടുത്തു. അപ്പോൾ എനിക്ക് നിരാശയില്ല. കാരണം നിങ്ങളെ പേരിലും കൊടുത്തല്ലോ, നിങ്ങളവരുടെ ഫോട്ടോ ദുരുപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചു. മായ വിശ്വനാഥ് എന്ന് പറയുന്നത് എൻ്റെ സീരിയലുകളുടെ പ്രധാന വേഷങ്ങളിലൊന്നൊക്കെ ചെയ്തിരുന്ന ആളാണ്. മായയുടെ ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതിൻ്റെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശമാണ്. കാരണം രോഗിയായ അച്ഛനും അമ്മയും, വാടക വീട്ടിലെ താമസം, മോശമല്ലാത്ത വർക്കുണ്ടായിരുന്നതാണ്. പക്ഷേ അവളുടെ നാക്കിൻ്റെ പ്രശ്നമാണോ പ്രായമായി വരുന്നതിൻ്റെ ആണോ എന്താണെന്നറിയില്ല, ഒരു നല്ല വേഷം, നെഗറ്റീവ് വേഷമൊക്കെ മനോഹരമായി ചെയ്യും, നന്നായിട്ട് ചെയ്യും, അസലായിട്ട് ചെയ്യും. അവളെ ഏതെങ്കിലും ഒരു സംവിധായകനോ നിർമ്മാതാവോ ഒരു സീരിയലിൽ പ്രധാന വേഷം എഴുതി ചാനലിൽ കൊടുക്കുമ്പോൾ ചാനലിലിരിക്കുന്ന ഏമാമാർ പറയും അവൾ വേണ്ടാന്ന്. അങ്ങനെ ഇപ്പോൾ വർക്ക് വളരെ കുറവാണ് കുട്ടിക്ക്. അപ്പോൾ ഞാൻ മോശമല്ലാതെ തെറി പറയുന്ന ഒരാളാണ് അവൾ. ഞാൻ തെറി പറയും. കാരണം പലപ്പോഴും അവൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ തെറി പറയും. അങ്ങനെ കഠിനമായ തെറി പറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കൽ ഒരു 3-4 മാസം എൻ്റെ 3-4 വർഷമെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ മുഖത്ത് നോക്കില്ലായിരുന്നു. എൻ്റെ അടുത്തൂടെ പോയാലും ഞാൻ നോക്കില്ല, പരിചയം കാണിക്കില്ല. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും, ഞാൻ പരിചയം കാണിക്കില്ല. പക്ഷേ ബേസിക്കലി ഒരു പാവമാണ്. ചിലപ്പോൾ അവളെ വിളിച്ച തെറി ഞാൻ വേറൊരു പെൺകുട്ടിയാണ് വിളിച്ചിരുന്നെങ്കിൽ ഇപ്പം ഞാൻ അകത്ത് കിടന്നെ. അത്രയും പാവമാണ് അവൾ. ചെയ്തൊരു കന്നന്തൊരു ഒരു കുഴപ്പത്തിനാണ് ഞാൻ ചീത്ത പറഞ്ഞത്. പക്ഷെ അവളതൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ല നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഞാനൊരു വ്ളോഗറാണ്, അതറിയോ എന്നിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. നമ്മളിത് ഇപ്പോൾ പുതിയ വ്ളോഗേഴ്സ് അല്ല, പുതിയല്ല പഴയതായാലും ശരി, ഞാൻ ഇതുകൊണ്ട് ആണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്ന ആളാണ്. പക്ഷേ ഞാൻ മറ്റുള്ളവരുടെ കാണാറില്ല, അതാണ് എൻ്റെ ഒരു കുഴപ്പം. സീരിയൽ ചെയ്യുമ്പോൾ പലരും സീരിയലിൻ്റെ കഥ കേൾക്കുമ്പോഴേ ഞാൻ സീരിയൽ കാണാത്ത ആളായതുകൊണ്ട് എനിക്കറിയില്ല ആ സീരിയൽ ഇങ്ങനെയാണോ എന്ന് പറയുന്ന പോലെ. അത് പൊങ്ങച്ചം പറയല്ല. നമുക്ക് 24 മണിക്കൂർ 48 മണിക്കൂറാക്കി കിട്ടിയാൽ പോലും തികയാത്ത ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിതൊന്നും കാണാൻ സമയമില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണുന്നത് വല്ലവരുമൊക്കെ എനിക്ക് അയച്ചു തരുമ്പോഴാണ്. 10-25 പോസ്റ്റുകൾ വരുമ്പോഴാണ്. ഇപ്പോൾ തന്നെ എന്നെ നടി മല്ലിക മിമിക്രി കാണിച്ച് ഒരുപാട് ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ ഒരു 10-25 പേര് അയച്ചു തന്നപ്പോൾ ഞാൻ അറിയണത് എന്നെ മല്ലിക, ഒരിക്കലും മല്ലിക എന്നെ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. കാരണം മല്ലികയോട് വളരെ മാന്യമായിട്ട് പെരുമാറിയ ആളാണ് ഞാൻ. എന്ന് മാത്രമല്ല, ഞാനൊരു ആദ്യമായിട്ടൊരു സീരിയൽ സംവിധാനം ചെയ്തപ്പോൾ അതിൽ നായികയായിരുന്നു. ഞാനവരെ സ്നേഹപൂർവ്വം ചേച്ചി എന്ന് വിളിച്ചിരുന്ന ആളാണ്.
അവരിപ്പോൾ 2 മക്കൾ കയറി വളരുകയും അവർ മലയാളത്തിലെ എണ്ണം പറയാവുന്ന 2 വലിയ താരങ്ങളായി മാറിയപ്പം ഇവരൊരു ഞാനല്ലേ എന്നുള്ള ഒരു അഹങ്കാരമുള്ള സ്ത്രീയാണല്ലോ. പൊങ്ങച്ചമുള്ള, കള്ളം പറയുന്ന, വാ തുറന്ന കള്ളം പറയുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ എന്നെ മിമിക്രി കാണിച്ചിരിക്കുന്നു. ഓടാത്തൊരു പടം ബംഗ്ലാവിലാവുക. ഞാൻ ഓടാത്ത പടമാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു. എൻ്റെ സിനിമ ഓടാത്തത് കൊണ്ടാണ് ഞാൻ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് പോയതെന്ന്. അതുകൊണ്ട് തന്നെ ഇനി മല്ലിക എന്നല്ല, ഇനി ആര് പറഞ്ഞാലും അതിന് ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളെ ജാതകം അങ്ങനെയാണ്. നമ്മൾ ആരെ നല്ലത് പറയുമോ അവർ നമുക്കിട്ട് പണി. പക്ഷേ ഈ മായ പാവം എന്നെ വിളിച്ച് ചോദിച്ചു, ഞാനൊരു വ്ളോഗറാണ് ചേട്ടാ. ഞാൻ പറഞ്ഞു, മായ നമ്മൾ എന്ത് സംസാരിക്കാൻ, ഒന്നാമത് ഇപ്പോൾ ഈ ഫോൺ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ടാണ് ആളുകൾ അടിച്ചു പൊട്ടിക്കാത്തത്. കാരണം ഏത് നോക്കിയാലും അതിലെല്ലാം ഇങ്ങനെ ഈ ദിനേശ് വന്നിരുന്നു ഒരേ സാധനത്തിന് 10 ചാനലിന് മറുപടി പറയുമ്പോൾ ആൾക്ക് മടുക്കും. അവർക്ക് മടുത്തില്ലെങ്കിൽ എനിക്ക് മടുക്കും. അപ്പം ഞാനിങ്ങനെ ഇപ്പം ഇന്നലെ മിനിങ്ങാന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. ഞാൻ 6 മാസം മുമ്പ് അവന് ഇൻ്റർവ്യൂ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇൻ്റർവ്യൂ തരാം, നീ ഒരു കാര്യം ചെയ്യും, എന്നോട് മറ്റുള്ളവരാരും ചോദിക്കാത്ത ഒരു ചോദ്യം പറ, ഫോണിൽ കൂടെ. അപ്പോൾ അവൻ പെട്ടെന്ന് വെട്ടിലായി. അത് മറ്റുള്ളവർ ചോദിക്കാത്തൊരു, ഞാൻ പറഞ്ഞു, അനിയ ഒരേ ചോദ്യം പലരും ചോദിക്കുന്നു, ഉത്തരം പറയുന്നത് ഞാൻ മാത്രമല്ല, എനിക്ക് ബോറടിക്കും. അപ്പോൾ അവൻ ചോദ്യം കണ്ടെത്തിയിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, മായ എന്നെ വിളിച്ച് കുറച്ച് നേരം, ചേട്ടാ ഇൻ്റർവ്യൂ ഒന്നും വേണ്ട, ചേട്ടൻ്റെ വീട്ടിൽ വന്ന് ചേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, വന്നോ. എനിക്ക് ഈ നോ പറയാൻ പറ്റില്ല ആരോടും, അതാണ് പ്രശ്നം. അവൾ വന്ന് അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ അവൾ തന്നെയാണ് ആ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. എനിക്ക് അപ്പോഴപ്പോഴും മാത്രം മുക്കും മൂലയും പറഞ്ഞാൽ മതി. അപ്പോൾ അതിനിടയിൽ അവൾ എന്നോട് ചോദിച്ചു ഈ ചോദ്യം, വിദേശത്ത് പോയി സിനിമയിൽ സീരിയലിൽ നല്ല കാശുണ്ടാക്കുന്നവർ പലരും വിദേശത്ത് പോയി വഴിവിട്ട ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചപ്പോൾ ഞാൻ സത്യസന്ധമായ മറുപടി പറഞ്ഞത് തെളിവ് സഹിതമാണ്. കാരണം എനിക്ക് ലോകത്ത് മുഴുവൻ ഏറെക്കുറെ പ്രധാന രാജ്യങ്ങളിൽ മുഴുവൻ സുഹൃത്തുക്കളുള്ളതുകൊണ്ട് അവർ തെളിവ് സഹിതം എനിക്ക് അയച്ചു തരാറാണ് പതിവ്. ഇപ്പോൾ തന്നെ മോഹൻലാലിൻ്റെ നായികയായിരുന്നൊരു പെൺകുട്ടി അവരുടെ എന്താ പറയുക പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ ഇട്ടിട്ട് അവരുടെ റേറ്റ് പറഞ്ഞ് അവർ ഗൾഫിൽ ഇതിന് ഏജൻറ്റന്മാരുണ്ട്, അവർ മലയാളിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതാ മോഹൻലാലിൻ്റെ ഇന്ന പടത്തിലെ നായിക ഇത്ര രൂപ ഇത്ര സമയത്തേക്ക്, ഒരു രാത്രിക്കാണെങ്കിൽ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അത് സിനിമാക്കാർക്കും സീരിയലുകാർക്കും നാണക്കേടാണെന്നേ. ഞാൻ ആ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞത്. പക്ഷേ ജോസ് തോമസ് ചോദിക്കുന്നത് പ്രായപൂർത്തിയായ പുരുഷനും പ്രായപൂർത്തിയായ സ്ത്രീക്കും ഒന്നിച്ച് കഴിയാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. എനിക്കത്രയും വിവരമില്ലാത്തവല്ല ഞാൻ പറയുന്നത്, നല്ല സുഹൃത്തുക്കളായ ഒരാണും പെണ്ണും ഒരു ഇണ എന്ന് പറയാം, അവർ രണ്ടുപേരും ഒരു രാത്രി പങ്കിടുകയോ അല്ലെങ്കിൽ ഒരാഴ്ച പങ്കിടുകയോ അല്ലെങ്കിൽ അവൻ പോകാൻ നേരത്തെ അവരിൽ നിന്ന് അവൻ സമ്മാനമായി എന്ന് പറഞ്ഞൊരു 5 ലക്ഷം രൂപ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വില കൂടിയ മാലയോ നെക്ലേസൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞ പോയിൻറ്റ്. എൻ്റെ പോയിൻറ്റിലല്ല ജോസ് സംസാരിക്കുന്നത്. ജോസ് പറയുന്ന മഞ്ഞ കണ്ണട വച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുമെന്നാണ് പറഞ്ഞത്. ഞാനൊരു മഞ്ഞ കണ്ണടയും വയ്ക്കില്ല. അത് ജോസിൻ്റെ തെറ്റിദ്ധാരണയാണ്. ജോസ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ജോസ് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സിന്ധുവുമായിട്ട് മാത്രമേ അടുപ്പമുള്ളൂ എന്ന് പറയും. അല്ല എങ്കിൽ ജോസ് തോമസ് തെളിയിക്കണം. മലയാള സിനിമയിൽ 39 വർഷത്തിനിടയിൽ മലയാള സിനിമയിലെ ഇന്ന ആളുമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ നിങ്ങളൊരു കണ്ണുകൊണ്ടെങ്കിലും പോകാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ഇന്ന നടി നിങ്ങളെപ്പറ്റി നിങ്ങളിങ്ങനെ അപമര്യാദയായി അവരുടെ ഒരു ചോദ്യം ചോദിച്ചു എന്നോ പറയണം. അത് പറയാത്തിടത്തോളം കാലം എന്നെ മഞ്ഞ കണ്ണട വച്ചിരിക്കുന്നു എന്ന് ജോസ് പറഞ്ഞാലെന്ന് എനിക്ക് ഫീൽ ചെയ്യില്ല. ഞാൻ കോമഡി ആയിട്ടേ എടുക്കുകയുള്ളൂ. കാരണം ചുരുക്കം പേരെങ്കിലും മലയാള സിനിമയിൽ മാന്യമായി ജീവിക്കുന്നുണ്ട്. അതിലൊരാളാണ് ദിനേശ് എന്ന് പറയാൻ. നല്ല തന്തയ്ക്ക് പറഞ്ഞ ഒരു ജയിൽ വാർഡൻ്റെ മകനായി ജനിച്ച് 3.5 വയസ്സ് വരെയുള്ള ഒരാളാച്ചാന്ന് വിളിച്ചുള്ളെങ്കിലും നല്ല തന്തയ്ക്ക് പറഞ്ഞവനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ എൻ്റെ ശത്രുക്കൾക്ക് പോലും ഒരു പെണ്ണിനെ കൊണ്ട് നിർത്തിയിട്ട് ദിനേശ നീ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിപ്പിക്കാൻ പറ്റില്ല. അതിനെ മഞ്ഞ കണ്ണട എന്നാണ് ജോസ് പഠിച്ചതെങ്കിൽ ജോസ് പറയട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് അതല്ല. ഇപ്പോൾ ഇവിടെ സീരിയൽ രംഗത്ത് ഞാൻ സീരിയൽ രംഗവും സിനിമാ രംഗത്തുള്ള മുഴുവൻ പേരും കുഴപ്പക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഗൾഫിൽ പോകുന്ന ഉദ്ഘാടനത്തിന് പോകുന്ന വലിയ വലിയ പേരെടുത്ത നടികൾ പോകുന്നത് വ്യഭിചരിക്കാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ജോസ് എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ വച്ചു തരികയാണ് നമുക്ക്. അപ്പോൾ ജോസ് തന്നെ പറയുന്നു, ഞാൻ ഒരുപാട് ഒരു സ്റ്റേജ് ഷോയും ചെയ്തിട്ടില്ല. ഞാൻ ഗൾഫ് കൺട്രീസിൽ ഇപ്പോൾ ഷാർജയിലും ദുബായിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഖത്തറിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിടത്തും സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞാൽ നാണം കെട്ട പണിക്ക് പോയിട്ടില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആരോ വിളിച്ച് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു ബിഗ് ബോസിൽ വിളിച്ചാൽ പോകും. പോയാൽ എനിക്കിപ്പോൾ റേഷൻ അരി വാങ്ങിച്ച് ചോറ് വയ്ക്കുന്നത് കുറച്ച് ദിവസത്തേക്കെങ്കിലും ബിരിയാണി അല്ല, ബിരിയാണി ഞാൻ കഴിക്കില്ലല്ലോ, മറ്റേ സുലേഖ വാങ്ങിച്ച് കഴിക്കാം അല്ലെങ്കിൽ ജയ വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഇത്തരം നാണം കെട്ട പരിപാടികളിലൂടെ പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വേർക്കാതെ പൈസ ഉണ്ടാക്കാൻ ദിനേശ് പോവില്ല.
അതിനി ജോസ് തോമസ് അല്ല, ഇനി ആര് വിചാരിച്ചാലും തോപ്പിക്കാൻ പറ്റില്ല. ജോസ് തോമസ് സ്റ്റേജ് ഷോ ചെയ്ത് ജീവിക്കട്ടെ, അത് പ്രശ്നമില്ല. അപ്പോൾ ജോസ് പറയുന്നത് സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നവരെല്ലാം അങ്ങനെ കുഴപ്പക്കാരാണെന്ന് പറയരുതെന്നാണ്. ജോസിൻ്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം. കണ്ടമച്ച കോട്ട് എന്ന് പറഞ്ഞ നാടകവുമായിട്ട് ബഹദൂർ ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കി. വളരെ സാധുവായ ഹൃദയ, എന്താ പറയുക, ഇത്രയും പരിശുദ്ധനായ ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല ബഹദൂറിനെ. ബഹദൂർ ചെയ്ത എല്ലാ ബിസിനസ്സും പൊളിഞ്ഞു പോയിട്ടുണ്ട്, ലക്ഷങ്ങൾ നശിപ്പിച്ച ആളാണ്. അവസാന കാലത്ത് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ കിട്ടുമോ, 4000 രൂപ കിട്ടുമോ എന്ന് അന്വേഷിച്ചൊരു ഹതഭാഗ്യനാണ് അദ്ദേഹം. എന്തെല്ലാം ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് കൈമനത്ത് വന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ സ്റ്റുഡിയോ തുടങ്ങി, ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റുഡിയോ. അദ്ദേഹം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തതിൻ്റെ തലേ ദിവസം മലയാള സിനിമ കളറിലായിപ്പോയി. മനസ്സിലായോ? ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ മൊത്തം പോയി, ലക്ഷങ്ങൾ പോയി അന്നത്തെ കാലത്ത്. കാസർഗോഡ് നിന്ന് മീനെടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് കോഴിക്കോട് ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് വിറ്റാൽ ഭയങ്കര ലാഭം കിട്ടുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. നാഷണൽ പെർമിറ്റ് ഉള്ള ഒരു ലോറി എടുത്ത് ആദ്യത്തെ ട്രിപ്പ് മീനുമായിട്ട് വരുമ്പോൾ ലോറി മറിഞ്ഞു. വിവരം പറഞ്ഞ് മദ്രാസിൽ നിന്ന് ബഹദൂറൊക്കെ വന്ന് അന്നത്തെ കാലത്ത് എത്രയോ 1000 രൂപ മുടക്കിയാണ് ആ മീൻ മുഴുവൻ വെട്ടി താഴ്ത്തിയത്. കാരണം അഴിപ്പോയി, നാട്ടുകാർ മുഴുവൻ ബഹദൂർക്ക് വേണ്ട അടിച്ചില്ല. അങ്ങനെ ആദ്യം തന്നെ ആ മീൻ കച്ചവടം പൊളിഞ്ഞു പോയ ആളാണ് ബഹദൂർക്ക്. അതുപോലെ സിനിമാ നിർമ്മാണം പല പരിപാടി ബഹദൂർക്ക് ചെയ്തു, എല്ലാം പൊളിഞ്ഞു പോയി. അങ്ങനെയുള്ളൊരു മനുഷ്യൻ കണ്ടമച്ച കോട്ട് എന്ന് പറഞ്ഞ നാടകവുമായിട്ട് ഗൾഫിൽ പോയി. ആ നാടകവുമായിട്ട് ഗൾഫിൽ എയർപോർട്ടിൽ ചെന്നിറങ്ങി വണ്ടികളിൽ കയറി, എല്ലാവരും ഓരോ വണ്ടികളിൽ കയറി താമസ സ്ഥലത്തേക്ക് പോയി. ആ നാടകത്തിലെ നായികയായിട്ട് അഭിനയിക്കുന്നവരെ കാണാനില്ല. അവർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് തന്നെ അവർ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു, അവരെ ബുക്ക് ചെയ്ത ആൾ അവിടെ വന്ന് നിൽക്കുകയും അവൻ കൊണ്ടുപോവുകയും ചെയ്തു. നാടകം നടത്താൻ പറ്റുമോ? അങ്ങനെ അവരെ ആ നായിക ഒരുത്തനുമായിട്ട് പോയി മോശമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചു. അവർ ജയിലിലായി, നാടകം മുടങ്ങി, കണ്ടം വെച്ച കോട്ട് മുടങ്ങി ഗൾഫിൽ. ഇതൊക്കെ ഞാൻ വെറുതെ പറയല്ല, തെളിവുകളാണ്. ബഹദൂർക്കയുടെ നാടക സ്വപ്നം അതോടെ തകർന്നു. കാരണം അവർ 1 മാസം 2 മാസം ജയിലിൽ കിടന്നു. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമയിൽ ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എല്ലാ പേരും എന്നുള്ള വാക്കൊന്നും എനിക്ക് ജോസ് തോമസ് എൻ്റെ തലയിൽ വയ്ക്കരുത്. കാരണം എന്താ പറയുക, മാന്യമായിട്ട് അഭിനയം ഒരു ജോലിയായി കണ്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ സീരിയലുകളിലും സിനിമയിലൊക്കെ അഭിനയിച്ച റോസ്ലിൻ ചേച്ചിയെ പറ്റി പറയാറുണ്ട്. നാടകരംഗത്ത് തോന്നുന്നു ഇത്രയും മാന്യമായിട്ട് ജീവിക്കുന്ന, അവർക്ക് എന്നും കഷ്ടകാലവും സാമ്പത്തിക ഞെരുക്കമാണ്, പക്ഷേ അന്തസ്സായി ജീവിക്കുന്ന റോസ്ലിൻ ചേച്ചിയെ ഞാൻ 100% ഹൃദയം കൊണ്ട് ചേച്ചി എന്ന് വിളിക്കുന്ന ആളാണ്. നമ്മുടെ കൊച്ചു പ്രേമൻ്റെ ഭാര്യ ഗിരിജ പ്രേമൻ ഞാൻ എപ്പോഴും കളിയാക്കുന്ന ഒരു സ്ത്രീയാണ്. കാരണം അവർ നായർ കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. ഞാൻ ജാതി പറയുകയല്ല, ഇദ്ദേഹം കണിയാർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അത് എന്നോട് പ്രേമൻ ചേട്ടൻ തന്നെ പറയും. കാരണം എൻ്റെ എല്ലാ വർക്കിലും ഉണ്ടല്ലോ പ്രേമൻ ചേട്ടൻ, സിനിമയിലായാലും സീരിയലിലായാലും എല്ലാം പ്രേമണ്ണുള്ളതാണ്. അപ്പം പ്രേമണ്ണ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഗിരിച്ചോട് വെക്കും, നാണമുണ്ടോ നായരെന്ന് പറഞ്ഞിട്ട് ഈ കണിയാൻ്റെ കൂടെ പോകാൻ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. അത് കണിയാർ സമുദായത്തിന് കളിയാക്കുന്നതല്ല, പ്രേമണ്ണനെ കളിയാക്കുന്ന. അത്രയും എൻ്റെ അമ്മ പ്രസവിക്കാത്തൊരു ചേച്ചിയാണ് ഗിരിജ പ്രേമൻ. ഇന്നുവരെ ഒരു മോശമായ വാക്ക് ഗിരിജ പ്രേമനെ കുറിച്ച് കേട്ടിട്ടില്ല. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ സിനിമയിൽ ഒരുപാട് പേരുണ്ട് മാന്യമായിട്ട് ജീവിക്കുന്നത്, ഇതൊരു ജോലിയായിട്ട് എടുത്തിട്ട്. പക്ഷേ ജോസ് തോമസ് പറയുന്ന കേട്ടത്തൊന്നും മലയാള സിനിമയിലെ മുഴുവൻ നടികളും കുഴപ്പക്കാരാണെന്നാണ് ദിനേശ് പറയുന്നത്. അത് ദിനേശ് ഒരു മഞ്ഞ വാക്കുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. അത് എൻ്റെ കുഴപ്പമല്ലല്ലോ, അതെൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1965 സിനിമാ മാസികയിലാണോ അവരുടെ തന്നെ ചിത്രരമയിലോ ശ്രീകുമാരൻ നമ്പി സാർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. നിങ്ങൾ പോസ്റ്റ് കാർഡിൽ ഒരു ചോദ്യം എഴുതി വെച്ചാൽ അതിന് പുള്ളി ഉത്തരം പറയും. ഭയങ്കര വായനക്കാരുണ്ടാക്കിയ ചോദ്യോത്തരമായിരുന്നു. അതിലൊരാൾ ചോദിച്ചു, മലയാള സിനിമയിൽ അവിഹിത ഇതൊന്നും ഇല്ലാത്ത ഒരാളിൻ്റെ പേര് പറയാമോ? അപ്പോൾ തമ്പി സാർ പറഞ്ഞ മറുപടി, അങ്ങനെ ഒരാളെ കണ്ടാൽ ഞാൻ അവരുടെ കാലിനെ തൊട്ട് തൊഴും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ കാലമൊക്കെ കഴിഞ്ഞു. അത് 65കളിലാണ്. അത് മദ്രാസിൽ ചെന്ന ചില ചട്ടമ്പിമാരുണ്ട്, അവർക്ക് ശരീരം പങ്കിടാതെ ഒരുത്തർക്കും മലയാള സിനിമയിൽ വരാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചട്ടമ്പികൾ മലയാളികളായ പേരെടുത്ത് പറയാവുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. അങ്ങനെ ഉണ്ടായിരുന്നു. മദ്രാസിൽ കാല് കുത്തിയാൽ ഇപ്പോൾ ഈ എന്നെ കളിയാക്കൊക്കെ ചെയ്യുന്ന വീരശൂര പരാക്രമികളായ പലരെയും എനിക്കറിയാം. അവിടെ എന്തൊക്കെ കുറിച്ചുമാവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ശോഭന പരമേശ്വരൻ നായരുടെ വീട്ടിൽ, പ്രേംനവാസിൻ്റെ വീട്ടിലൊക്കെ എന്തായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊന്നും ഇനി പറയണ്ട. പക്ഷേ വർത്തമാനകാല മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡായ, നല്ല കാശുള്ള വീട്ടിലെ, എന്തെന്ന് കേട്ടാൽ കുന്തെന്ന് പറയുന്ന, പോടാ എന്ന് പറയുന്ന നല്ല ധൈര്യശാലികളായ പെൺകുട്ടികൾ വന്നതെന്ന് മാത്രമല്ല, ആ പെൺകുട്ടിക്ക് ഈ കൂടെ സഹകരിക്കുന്നവരിൽ ആരോടെങ്കിലും ഒരു താല്പര്യം തോന്നിയാൽ
എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് ഒരു ദിവസം നമുക്ക് പങ്കിട്ടാലോ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റമുള്ള പെൺകുട്ടികൾ പോലും ഇപ്പോൾ മലയാള സിനിമയിലുണ്ട്. ആ സ്ഥലത്ത് ഞാൻ അടച്ചാക്ഷേപിച്ച് എല്ലാവരും കുഴപ്പക്കാരാണെന്ന് ഞാൻ പറയില്ല. അത് ജോസിൻ്റെ ഒരു കുഴപ്പമാണ്. അയാൾ കണ്ണട വെച്ചേക്കാണല്ലോ. ആ കണ്ണട മഞ്ഞയാണോ എന്ന് ജോസ് നോക്കുന്നതായിരിക്കും നല്ലതല്ലാതെ ഞാൻ ജോസ് തോമസ് പറയുന്നത് പോലെ മലയാള സിനിമയിൽ മഞ്ഞ കണ്ണട വെച്ച് എവിടെയൊക്കെ വ്യഭിചാരം നടക്കുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരാളേ അല്ല. പക്ഷേ സീരിയലിൻ്റെ പേരിലും സിനിമയുടെ പേരും പറഞ്ഞ് റേറ്റ് പറഞ്ഞ് അവിടെ പി ആർമാർ വാട്സാപ്പ് ഇടാണെന്നേ എനിക്ക് അയച്ചു തരികയല്ലേ. ഒരാൾ ഗൾഫിൽ ലാൻഡ് ചെയ്താൽ അപ്പം അയക്കണത് ശാന്തിവിളെ ഇന്ന് മറ്റവൾ വന്നിട്ടുണ്ട് കേട്ടോ, അവളുടെ ഇപ്പോഴത്തെ റേറ്റ് ഇത്രയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വരികയാണെന്നേ. അത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ജോസിന് അറിയില്ലായിരിക്കാം. ജോസ് സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോൾ കൂടെ വരുന്നതിൽ ആരൊക്കെ പോയെന്ന് ജോസ് അന്വേഷിക്കട്ടെ. എനിക്ക് അന്വേഷിക്കേണ്ട പണിയില്ല. ഞാൻ ഗോസിപ്പ് അന്വേഷിക്കുന്ന ആളല്ല. അതുപോലെ പറയുന്ന കഥകളൊക്കെ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. എയർപോർട്ടിൽ കാർ വന്ന് നിൽക്കും, ഉദ്ഘാടനം ചെയ്യാൻ വന്ന നടി കാറിൽ കയറും, ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ കൊണ്ടിറക്കും, 15ാമത്തെ 16ാമത്തെ നിലയിലേക്ക് കയറിപ്പോകും ലിഫ്റ്റിൽ. തിരിച്ചിറങ്ങി വരുന്നത് കറുത്ത മൊത്തം മറയ്ക്കുന്ന ഇതാണ്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ സഹകരിച്ച സിനിമയിലുണ്ടായിരുന്ന ഒരു നടിയാണ് അടുത്ത് നിന്ന പോലെ എനിക്ക് മനസ്സിലാവില്ല ഇത് എൻ്റെ കൂടെ ഉള്ള ആളാണെന്ന്. അവളകത്ത് ചിരിക്കുകയായിരിക്കും കേട്ടോ. എടാ പൊട്ട, ഞാനാണ്ടാ ഈ പർദ്ദയ്ക്കകത്ത് മണിക്കൂറിന് ഇത്ര രൂപ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു അര ദിവസത്തേക്ക് ഇത്ര പറഞ്ഞു, ഒരു ദിവസത്തേക്ക് ഇത്ര പറഞ്ഞു, അല്ലെങ്കിൽ ഒരു രാത്രിക്ക് ഇത്ര പറഞ്ഞു വാങ്ങുന്ന, അതിൽ 50 ലക്ഷത്തിൻ്റെയും 20 ലക്ഷത്തിൻ്റെയും കാറെടുത്ത് അന്തസ്സായിട്ട് ഓടി നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തൊരു കാറ് വെച്ച്, അല്ലെങ്കിൽ ഒരു വലിയ വീട് വെച്ചിട്ട് അത് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഇവർക്ക് എന്നും വർക്ക് ഉണ്ടാവില്ലേ. ഇവർ കരുതുന്നത് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അടുത്ത 20 വർഷം ഞാൻ തന്നെ എന്ന് വിചാരിക്കും. അപ്പോൾ കയറി കിട്ടാവുന്നിടത്തുനിന്നെല്ലാം ലോൺ എടുത്ത് ഒരു വലിയ വീട്, ഒരു വലിയ കാർ. മിക്കവാറും ഇതിൽ ഭൂരിപക്ഷം പേരുടെയും ഭർത്താവ് ഉദ്യോഗം മാത്രമേ ഉള്ളൂ. ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്നുള്ള എവള് കൊണ്ടുവരുന്ന വരുമാനത്തിലായിരിക്കും അവനും ജീവിക്കണം. അപ്പോൾ ഇതെല്ലാം നിലനിർത്താൻ വേണ്ടി ഇപ്പം ഞാൻ സിന്ധുവിനോട് പറയാറുണ്ട്. ഇപ്പോൾ കനകക്കുന്നിൽ ഇപ്പോൾ ഈ മന്ത്രിസഭയുടെ 4ാം വാർഷികം നടക്കുന്നതിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ആ എക്സിബിഷന് പോയാൽ 30-60 രൂപ കൊടുത്ത് ഈ ചുണ്ടലിട്ട് വേവിച്ച മാങ്ങയും ക്യാരറ്റും ഇട്ട് വേവിച്ച സാധനം 2 വാങ്ങിച്ചാൽ എനിക്ക് സിന്ധുവിന് ഇത് പിടിച്ച് തിന്നുകൊണ്ട് നടക്കാം. 10 രൂപയുടെ 20 രൂപയ്ക്ക് 2 കപ്പലണ്ടി വാങ്ങിച്ചാൽ കുറച്ച് നടക്കാം. അത് കണ്ട് കനകക്കുന്ന് മുഴുവൻ കറങ്ങി നടക്കാം, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ ചായം തേച്ചവർക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ല. അവർക്ക് എല്ലായിടത്തും ഇറങ്ങി നടക്കാൻ പറ്റില്ല. എനിക്ക് ബസ്സിൽ പോകാം. ഇപ്പോൾ ചെറിയ കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. കാരണം ബസ്സിലിരുന്നാൽ അടുത്തിരിക്കുന്ന ആൾ ചോദിക്കും നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന്. അതൊരു എനിക്കൊരു ചമ്മല. അതുകൊണ്ട് ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ആരോ സഹായിച്ചിട്ട് നമുക്ക് സ്കൂട്ടറുണ്ട്, കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബസ് യാത്രയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇവർക്ക് ആ സ്റ്റാർഡം നിലനിർത്താൻ പറ്റാതെ പോകുമ്പോഴേ പെട്ടെന്ന് വർക്കില്ലാതാവുമ്പോൾ അവർ പലതിനും വിട്ടുവീഴ്ചകൾ ചെയ്ത് പോകും. പക്ഷേ അത് മോശത്തരമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കൊരു കാര്യം പറയാം. ശങ്കരൻ പോറ്റി എന്ന് പറഞ്ഞ സംവിധായകൻ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയാണ് സീരിയൽ രംഗത്തെ മഞ്ജു വാര്യർ എന്ന് വിളിക്കുന്ന ഇന്ദുലേഖ. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ്. ശങ്കരൻ പോറ്റി ജീവിതത്തിൽ വഴിവിട്ട് ജീവിച്ച് കൊച്ചുപ്രായത്തിൽ തന്നെ അമിതമായി മദ്യപിച്ച് അകാലത്തിൽ പൊലിഞ്ഞു. എനിക്ക് അത്രയും സ്വാതന്ത്ര്യത്തോടെ പറയാം. കാരണം അവൻ ആദ്യമായിട്ട് ക്ലാപ്പിൽ എഴുതാൻ പഠിപ്പിച്ചു കൊടുത്ത ഞാനാണ്. കാവടിയാട്ടത്തിൽ ആദ്യത്തെ വർക്ക് അവൻ്റെ അതാണ്. അന്നേ ഞാൻ അവൻ്റെ പറയുമായിരുന്നു നീ രക്ഷപ്പെടും കേട്ടറാന്ന്. കാരണം ചുവന്ന റൂൾ പെൻസിലില്ലേ, കളർ പെൻസിൽ, അത് പൊടിച്ച് കലക്കി ചുവന്ന മൂകാംബിയ കുറിയിടുന്ന മോനായിരുന്നു ഈ ബ്രാഹ്മണനായ ശങ്കരൻ പോറ്റി, നമ്പൂതിരിയായ ശങ്കരൻ പോറ്റി. അപ്പോൾ ഞാൻ കേട്ട് എന്തിനാണ് ഇങ്ങനെ ഇത് എടുത്ത് ഇങ്ങനത്തെ ഒരു കുറി ഞാൻ മൂകാംബി കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും കാണാൻ വേണ്ടി ഇടാൻ വേണ്ടി ഞാൻ റൂൾ പെൻസിൽ പൊടിച്ചാണ് ഇടുന്നത്. അന്ന് ഞാൻ പറഞ്ഞു നീ രക്ഷപ്പെടും കേട്ടോ മലയാള സിനിമയിൽ. കാരണം എല്ലാ തരികടിയും നീ പഠിക്കും. എങ്ങനെയോ ഇന്ദുലേഖയായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചൊരു മോളായി. അകാലത്തിൽ അവൻ മരിച്ചു. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ ഇന്ദുലേഖ എങ്ങനെ ജീവിക്കുന്നു. അവൾ മലയാളത്തിലെ കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ വരുന്ന സീരിയലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, കിട്ടുന്ന വേഷങ്ങൾ അഭിനയിച്ചു. മോളും അവളും കൂടെ ചേർന്ന് റീല് ചെയ്തു. ഏതോ സ്ഥാപനത്തിൽ ബ്ലൈഡ് കമ്പനിയിൽ എവിടെ ഒരിടത്ത് ജോലിയുണ്ട്. എല്ലാം ചെയ്ത് അവൾ അന്തസ്സായിട്ട് ജീവിക്കുന്നു. എനിക്ക് ബഹുമാനമാണ് ഇന്ദുലേഖയുടെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഞാൻ മലയാള സിനിമയിലെ മുഴുവൻ പേരെയും കയറി മോശമെന്ന് പറയുമോ, സീരിയലിലുള്ളവരെല്ലാം കുഴപ്പക്കാരെന്ന് പറയുമോ? അത് ജോസ് തോമസിൻ്റെ മഞ്ഞക്കണ്ണടയിൽ പറ്റിയൊരു കുഴപ്പം. അല്ലെങ്കിൽ ഈ ചർച്ച ചെയ്യാൻ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദിനേശനെ ഇട്ട് അടിച്ചാൽ 10 പേര് കാണും എന്ന് വിചാരിച്ചു. ഇപ്പോൾ അങ്ങനെയാണല്ലോ, ആര് മന്ത്രവാദം നടത്തിയാലും കോഴിക്ക് കിടക്കപ്പുറത്തി ഇല്ല എന്ന് പറഞ്ഞ പോലെ ഏത് ചർച്ചയിലും എൻ്റെ പേരെടുത്തിട്ടാൽ ഇപ്പം തന്നെ മല്ലിക ഇപ്പോൾ എന്നെ ഒരാവശ്യമില്ലാതെയാണ് പറഞ്ഞത്. എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും അറിയില്ല. ഇത്ര ക്രൂരമായ മനസ്സാണോ ഈ സ്ത്രീക്കെന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും സ്നേഹമുണ്ടായിരുന്നു, ഹാർമണി ഉണ്ടായിരുന്നു ഞങ്ങളിതിൽ. ആ സ്ത്രീ എന്നെപ്പറ്റി ഇങ്ങനെ എൻ്റെ പടം ഓടിയില്ലെന്ന് ഞാൻ തന്നെ പറയുമ്പോൾ, അല്ലെങ്കിൽ സുമാര ഷാർജിക്ക് വിഷമമില്ലെങ്കിൽ മല്ലികയ്ക്ക് എന്താ കേട്ട്? അപ്പോൾ ഇതൊക്കെയാണ് ജോസ് തോമസിൻ്റെ ചോദ്യത്തിന് പറയാനുള്ള മറുപടി.